മ്യാൻമറിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തി. കൂടുതൽ പ്രദേശങ്ങളിലേക്കും പ്രകമ്പനം അനുഭവപ്പെട്ടു. വിശദാംശങ്ങളുമായി ഹിമ കെ ഹരിദാസ് ചേരുന്നു. ഹിമ, അതിതീവ്ര ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. നാശനഷ്ടം സംഭവിച്ചോ? ആളപായം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? ഒപ്പം തന്നെ മറ്റേത് രാജ്യങ്ങളിലൊക്കെയാണ് ഈ പ്രകമ്പനം അനുഭവപ്പെട്ടത്? മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ അതിതീവ്രമായ വലിയ മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിച്ച വലിയൊരു ഭൂചലനമാണ് മ്യാൻമറിൽ ഉണ്ടായിരിക്കുന്നത്. 7.7 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സമയം ഏകദേശം 11:45 കൂടിയാണ് ഈ ഒരു ഭൂചലനം ഉണ്ടായത്. മ്യാൻമറിലെ തന്നെ മോണിവയിൽ നിന്ന് 50 കിലോമീറ്റർ കിഴക്കായിട്ടാണ് ഈ ഒരു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമായി കരുതപ്പെടുന്നത്. ഈ ഒരു പ്രഭവ കേന്ദ്രത്തിലാണ് 7.7 തീവ്രത രേഖപ്പെടുത്തിയത്. മ്യാൻമറിൽ മോണിവയിലായിട്ട് ഈ ഒരു ഭൂചലനം ഉണ്ടായപ്പോൾ 7.2 തീവ്രതയായിരുന്നു. അത് സമീപ പ്രദേശങ്ങളിലും കൂടി വ്യാപിച്ചിട്ടുണ്ട് ഈ ഒരു ഭൂചലനം. നമ്മൾ ബാങ്കോക്കിലും ഈ ഒരു ഭൂചലനത്തിന്റെ വലിയ പ്രകമ്പനം അനുഭവപ്പെട്ടു. ചൈനയിലും പ്രകമ്പനം അനുഭവപ്പെട്ടു എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു ഭൂകമ്പത്തിൻ്റെതായ ഔദ്യോഗിക കണക്കുകൾ, എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായി, എത്രത്തോളം ആൾനാശം ഉണ്ടായി എന്നത് സംബന്ധിച്ചൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഔദ്യോഗിക കണക്കുകൾ വന്നാൽ മാത്രമേ നമുക്ക് അക്കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കാൻ കഴിയൂ. പക്ഷേ 7.7 തീവ്രത എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിതീവ്രമായിട്ടുള്ള ഒരു ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾനാശവും അതിൻ്റെ ഒരു നാശനഷ്ടങ്ങളും വലിയ തോതിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതുവരെയുള്ള ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളിലും ഒക്കെ നിരവധി വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ആധികാരികത ഇതുവരെ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും പാലങ്ങൾ തകർന്നു വീഴുന്നതും ആളുകൾ വീടുകൾ വിട്ട് ഓടുന്നതുമായിട്ടുള്ള നിരവധി ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു മോണിവയിലാണെങ്കിലും ബാങ്കോക്കിലാണെങ്കിലും ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് ഈ ഒരു ഭൂചലനം അനുഭവപ്പെട്ടത്. 7.7 രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്നും അതിശക്തമായ ചലനങ്ങളാണോ അവിടെ ഉണ്ടായത്? തീർച്ചയായിട്ടും മോത്തി. മ്യാൻമറിലാണെങ്കിൽ 7.2 തീവ്രതയും ബാങ്കോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 7.3 തീവ്രതയുമാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. ചൈനയിലേക്ക് എത്ര തീവ്രതയാണ് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും സമീപ പ്രദേശങ്ങളിലേക്ക് കൂടി ഇതിൻ്റെ ഒരു പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുണ്ട്. ബാങ്കോക്കിൽ 7.3 തീവ്രത അനുഭവപ്പെട്ടിട്ടുണ്ട്. ബാങ്കോക്കിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അല്പസമയം മുൻപ് നമ്മൾ കണ്ടത്. ഒരു കെട്ടിടം തകർന്നു വീഴുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ആധികാരികത ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദേശീയ മാധ്യമങ്ങളിലും അന്തർദേശീയ മാധ്യമങ്ങളിലും എക്സിലും അടക്കം പ്രചരിക്കുന്ന ദൃശ്യങ്ങളാണ്. എന്തായാലും ഔദ്യോഗിക സ്ഥിരീകരണം വന്നാൽ മാത്രമാണ് എത്രത്തോളം ആൾനാശം ഉണ്ടായിട്ടുണ്ട്, എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വരും. ശരി, ഹിമ കെ ഹരിദാസാണ് വിവരങ്ങൾ നൽകിയത്. മ്യാൻമറിലാണ് അതിതീവ്ര ഭൂചലനം അനുഭവപ്പെട്ടത്. തുടർ ചലനങ്ങളും ശക്തമായി തന്നെ അനുഭവപ്പെട്ടു. നാശനഷ്ടങ്ങളുടെ കണക്കുകൾ, ആളപായം തുടങ്ങിയ വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. എങ്കിലും ശക്തമായ ഭൂചലനമാണ് ഉണ്ടായിരിക്കുന്നത്. അയൽ രാജ്യങ്ങളിലും ഇതിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ബാങ്കോക്കിലും ചൈനയിലും തായ്ലൻഡിലും ഒക്കെ ഇതിന്റെ പ്രകമ്പനം ഉണ്ടായി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.